ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നിങ്ങളെയായി കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള സ്വന്തം കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലേക്കാണ്. അവിടെ ഈ വീക്കെൻഡ് നമ്മൾ ഒരു മൂവി കാണാനായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിച്ചു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മനോരമയും ഹൈലൈറ്റ് മാളും കൂടിച്ചേർന്നുള്ള ഒരു അതിമനോഹരമായ കരോൾ കോമ്പറ്റീഷൻ കണ്ടു. അത് നമ്മൾ ആസ്വദിച്ച് ആ മാളിൻ്റെ ഭംഗിയെല്ലാം നമ്മൾ നോക്കിക്കണ്ടു. അവിടെ അതാ നല്ലൊരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു പുൽക്കൂട് നമ്മൾ കാണാനിടയായി. അതിൻ്റെ ദൃശ്യഭംഗികൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആ മാള് പൂർണ്ണമായി നമ്മൾ കാണുകയാണ്. അവിടെ മുകളിൽ അതാ ചിൽഡ്രൻസിനുള്ള ഏരിയകൾ, കളിക്കാനുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ ഒരു ടോയ് ട്രെയിൻ, അത് മനോഹരമായി അത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കൊരു ഫാമിലിക്ക് ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഹൈലൈറ്റ് മാൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ദൂരെയുള്ള കരോൾ ഗാനം അവിടെ അതിമനോഹരമായി നടക്കുന്നു. അവിടെ ജഡ്ജസ് അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നു. നമ്മളതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അല്പം നീങ്ങുകയാണ്. നമ്മളത് ആകെ ദൂരെ പാലക്സി സിനിമാസ് നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം അവിടേക്ക് പോകുക എന്നതാണ്. നമ്മൾ അങ്ങോട്ടതായി മൂവി കാണാനുള്ള തയ്യാറെടുപ്പുമായി നമ്മൾ മുകളിലേക്ക് എക്സലേറ്റർ നീങ്ങുന്നു. ഇവിടെ കേരളത്തിൽ ആദ്യമായി ഈ ടിക്കറ്റ് സിസ്റ്റം പാലക്സി സിനിമാസാണ് കൊണ്ടുവന്നത്. നമ്മളിവിടെ ചെന്നപ്പോൾ അബദ്ധം പറ്റി. ഇത് ജസ്റ്റ് ഒരു സ്ക്രീനാണ്. നമ്മൾ വിചാരിച്ചു ഈ ടിക്കറ്റ് സിസ്റ്റമാണ് വിചാരിച്ച് നമ്മളതാ കുറേ ട്രൈ ചെയ്യുന്നു. പിന്നീടാണ് നമുക്ക് തെറ്റുപറ്റിയത് മനസ്സിലായത്. അതവിടെ ഒരു ഡിസ്പ്ലേ ബോർഡാണ്. ശരിക്കും അവിടെ ടിക്കറ്റ് കൗണ്ടർ അല്ലെങ്കിൽ ഈ ടിക്കറ്റ് സിസ്റ്റം എന്നതാണ്. ഞങ്ങൾ പരിചയപ്പെടുത്താം. അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്ത സിനിമ അവതാർ ഫയർ ആൻഡ് ആഷാണ്. ഞങ്ങൾ ഓൾറെഡി ബുക്ക് മൈ ഷോ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരുന്നതായിരുന്നു. നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ നമുക്ക് പടം സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ കൺഫേം ചെയ്യാം. പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI വഴി ചെയ്യാവുന്നതാണ്. അത് ഞാനും എൻ്റെ കസിനും കൂടിയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും അത് നോക്കിയിരുന്നു. അത് നല്ലൊരു സമ്പ്രദായമാണ്. സുഖമായി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ക്യൂ ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ അവിടെ ജസ്റ്റ് ഒരു നമ്മൾ ബുക്ക് ചെയ്തത് അവിടെ OD2, അതായത് എപ്പിക് ദി പ്രീമിയം ലാർജ് ഫോർമാറ്റ് ഫ്രം ക്യൂബ്. വലിയ സ്ക്രീനാണ്. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 വലിയ സ്ക്രീൻ എപ്പിക് സ്ക്രീനാണ് നമ്മൾ ആ തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. ODM2 നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കത് അവിടെ എപ്പിക്കാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകം OD2 പാലക്സി സിനിമാസ് എപ്പിക്കാണ്. നമ്മളത് ആ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഹൗസ്ഫുള്ളായിരുന്നു സിനിമ. വലിയ സ്ക്രീനുകളത് കാണുന്നുണ്ട്. നമ്മുടെ പാലക്സി സിനിമാസിൻ്റെ പരസ്യം നമ്മളത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നു. നമ്മളത് മുന്നോട്ട് നീങ്ങുന്നു. സ്ക്രീനിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാ സ്ക്രീനിൻ്റെ ഉൾവശം. ഫസ്റ്റ് റോ ഫുൾ നമുക്ക് കിടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. മുകളിലേക്ക് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്ത് സിനിമ കാണാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. മുകളിൽ പാലക്സി സിനിമാസ് എപ്പിക് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. നല്ല ലക്ഷറി ഒരു അറ്റ്മോസ്ഫിയറാണ് അതിനകത്ത് നമ്മൾ കണ്ടത്. ഞങ്ങളുടെ സീറ്റിൽ കണ്ടെത്തി അത് അവിടെ ഇരിക്കുന്നു. വളരെ പരസ്യങ്ങൾ കാണിക്കുന്നു. വെൽക്കം ടു പാലക്സി സിനിമാസ്. അതിമനോഹരമാണ്. നമുക്കത് ദൃശ്യാനുഭവം നമുക്ക് ഈ പാലക്സി സിനിമാസ് എപ്പിക് ഫോർമാറ്റിൽ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സിനിമ അവതാറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവതാറിൻ്റെ 3rd പാർട്ട്, നമ്മുടെ ജെയിംസ് കാമറൂൺ ചേട്ടൻ്റെ അതിമനോഹരമായ സിനിമ. ഇനി തിയേറ്ററിലുള്ള ഡോൾബി സൗണ്ട് സിസ്റ്റമാണ് നിങ്ങൾ കാണുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്പീഡുള്ള ഒരു പരസ്യം. നന്നായിട്ടുണ്ട്. തിയേറ്റർ ഓപ്പണായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ള സറൗണ്ടിങ് സിസ്റ്റം, 360 സൗണ്ട് എല്ലാം ഒന്നിനൊന്ന് മികച്ചായിരുന്നു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ദിസ് ഇസ് ഡോൾബി അറ്റ്മോസ്. ഡോൾബി. ഇത് പാരസി സിനിമാസിൻ്റെ അവരുടെ റിഫ്രഷ്മെൻറ്റ് ആഡുകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ, നല്ല ക്ലാരിറ്റി, നല്ല സൗണ്ട് സിസ്റ്റം, നല്ല സീറ്റിംഗ് കപ്പാസിറ്റി, സീറ്റിംഗ് കംഫർട്ട്, അതെല്ലാം ഒന്നിനൊന്ന് മികച്ചായിരുന്നു. ഞങ്ങൾ ഇൻ്റർവെല്ലിന് ജസ്റ്റ് പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ക്രൗഡ് കുറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഒന്നുകൂടി സ്ക്രീനിൻ്റെ എക്സ്ട്രാ സൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി എടുത്തതാണ്. നിങ്ങളിത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.